ഇന്ത്യ നിർബന്ധമായും പോകാനിരിക്കുന്ന വഴികൾ ശ്രീരാമന്റെ വഴികളിലൂടെ മാത്രമായിരിക്കും. ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയ ബാബറിന്റെ വഴികളിലൂടെ ഇന്ത്യ പോകില്ല എന്ന് വൻ മുന്നറിയിപ്പ് നൽകി യോഗി ആദിത്യനാഥ്. ഒരു മുസ്ലിം ഘോഷയാത്രയ്ക്ക് ഒരു ഹിന്ദു പ്രദേശത്തിലൂടെയും ഒരു ക്ഷേത്രത്തിന് മുന്നിലൂടെയും കടന്നു പോകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം പ്രദേശത്തു കൂടി ഒരു ഹിന്ദു ഘോഷയാത്ര നടത്തിക്കൂടാ? ഹിന്ദുക്കൾ തിങ്ങി താമസിക്കുന്നിടത്ത് മുസ്ലിം ഘോഷയാത്രയാകാം, ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെയും ആകാം. അപ്പോൾ നിയമം, ഭരണഘടന, മതേതരത്വം എല്ലാം നന്നായി എന്ന് പറയും. എന്നാൽ മുസ്ലിങ്ങൾ ഉള്ളിടത്ത് ഒരു ഹിന്ദു ക്ഷേത്രം അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? മസ്ജിദിന് മുന്നിലൂടെ ഹിന്ദുക്കൾ പോകരുതെന്നും മറ്റും പറഞ്ഞാൽ അത് എങ്ങനെ നടക്കുമെന്നും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചോദിച്ചു. ഇതല്ല ഇന്ത്യ. ശ്രീരാമന്റെ മാർഗവും വഴികളുമാണ് ഭാരതം. ഇന്ത്യ പോകുന്നത് ആ വഴിക്കാണ്. ശ്രീരാമന്റെ നാട്ടിൽ എല്ലാവർക്കും നീതിയും സമാധാനവുമുണ്ട്. എല്ലാവർക്കും നീതിയും ധർമ്മവുമുണ്ട്. അധാർമികളെ ഇല്ലാതാക്കും. എന്നാൽ ബാബറിന്റെ വഴികളിൽ അന്യമതക്കാരും പാവപ്പെട്ടവരുമുണ്ടോ? ജയ് ശ്രീറാം എന്നത് വർഗീയ മുദ്രാവാക്യമല്ല, വിശ്വാസത്തിന്റെ പ്രതീകമാണ് എന്നും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. സംവാലിലും ബഹ്റൈച്ചിലും ആക്രമണത്തിന് പ്രേരിപ്പിച്ച മുദ്രാവാക്യം മുഴക്കുന്നതും കൂടി രാജ്യത്തെ അസഹിഷ്ണുതയും മതേതരത്വവും തകർക്കുന്നതായും എന്തുകൊണ്ട് പ്രതിപക്ഷം കാണുന്നില്ല? പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം ചവറ്റുകുട്ടയിൽ തള്ളി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ബാബറിന്റെയും ഔറംഗസീബിന്റെയും പാരമ്പര്യങ്ങളല്ല, രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങളാൽ ഇന്ത്യയെ നയിക്കപ്പെടുമെന്ന് യോഗി വ്യക്തമാക്കി. സംവാൽ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആളുകൾ പലപ്പോഴും പരസ്പരം റാം റാം എന്നാണ് അഭിവാദ്യം ചെയ്യുന്നത്. ഒരു ശവസംസ്കാര ചടങ്ങിൽ പോലും രാമന്റെ നാമം ജപിക്കാറുണ്ട്. ഭഗവാന്റെ പേര് വിളിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ജയ് ശ്രീറാം എങ്ങനെയാകും വർഗീയ മുദ്രാവാക്യമാകുന്നതെന്നും യോഗി ചോദിച്ചു. ശ്രീരാമൻ മറ്റു മതക്കാരെ ഉപദ്രവിച്ചിട്ടില്ല, മറ്റുള്ളവരുടെ ആരാധനാലയം തകർത്തിട്ടില്ല. മാത്രമല്ല, നീതി നടപ്പിലാക്കുകയും ജനകീയവുമായിരുന്നു. എന്നാൽ ബാബർ അങ്ങനെയാണോ? ശ്രീരാമൻ യഥാർത്ഥ ഭാരതീയനാണ്. ബാബർ ഭാരതീയനോ ഇന്ത്യൻ പാരമ്പര്യമുള്ളോ ആളോ അല്ല. ബഹ്റൈച്ചിൽ പരമ്പരാഗത ഘോഷയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. എന്നിട്ടും പ്രകോപനകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഒരു മതക്കാർ ഹിന്ദുക്കളെ ആക്രമിച്ചു. ഞാൻ വ്യക്തമാക്കട്ടെ, ജയ് ശ്രീറാം മുദ്രാവാക്യം പ്രകോപനകരമല്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ മുദ്രാവാക്യം, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകവുമാണ്. നാളെ അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആ മതത്തിൽപ്പെട്ടവർ എന്നോട് യോജിക്കാൻ പറ്റുമോ? നമ്മുടെ പാരമ്പര്യം അഭിമാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധം സമ്പന്നവും പുരാതനവുമാണ്. ജയ് ശ്രീറാം, ഹർ ഹർ മഹാദേവ്, രാധേ രാധേ എന്നിങ്ങനെയുള്ള അഭിവാദനങ്ങളോടെ എനിക്ക് എൻ്റെ ജീവിതം മുഴുവൻ ജീവിക്കാൻ കഴിയും. ഞങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള അഭിവാദ്യത്തിന്റെ ആവശ്യമില്ല. എല്ലാ മതക്കാർക്കും നമ്മുടെ മണ്ണ് സമാധാനത്തിൽ ഉപയോഗിക്കാനാകണം. ഹിന്ദുക്കളെ അവരുടെ മത ആചാരങ്ങൾ നടത്തുന്നതിൽ നിന്ന് തടയരുതെന്നും യോഗി വ്യക്തമാക്കി. മസ്ജിദ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ ഉത്തരവിട്ട കോടതിയുടെ നിർദ്ദേശം ഭരണ സംവിധാനത്തിനും പോലീസിനും അനുസ്മരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും വെള്ളിയാഴ്ച നമസ്കാരത്തിനും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും യോഗി സംഭാലിൽ പറഞ്ഞു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? എല്ലാവർക്കും കാണാനുള്ളതാണ്. എൻ്റെ സർക്കാർ സംഭവം ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും അതിന്റെ റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുദർക്കി ഉൾപ്പെടെ 7 നിയമസഭാ സീറ്റുകളിൽ BJP നേടിയ വിജയം സനാതനത്തിന്റെയും ഭരണഘടനയുടെയും വിജയമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ യാദവിനെ പിന്തുണച്ച് തന്റെ നിലപാട് ആവർത്തിച്ചു യോഗി. ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായി സംസാരിച്ചതിനാൽ ജസ്റ്റിസ് യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം എത്ര വിചിത്രമാണ്. ഇവിടെ മതനിയമം ജനങ്ങൾക്ക് മുന്നിൽ ചുമത്തി ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് പ്രതിപക്ഷ നയമെന്നും അദ്ദേഹം പറഞ്ഞു. 2017-നും 2014-നും ഇടയിൽ വർഗീയ സംഘർഷങ്ങളിൽ 97% കുറവുണ്ട് എന്നും യോഗി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.